ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ 1 വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട് ഉണ്ട്. കുറേ എക്സാംസിന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ, ഡെറിവേഷൻ. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഷോ ചെയ്തിരിക്കുന്നതാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസ്. അത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ബേസ് റെസിസ്റ്റർ R1 R2 ഈ ഒരു ഫോമിൽ വോൾട്ടേജ് ഡിവൈഡർ ഫോമിൽ നമ്മൾ റെസിസ്റ്റർ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു ബയസിങ്ങിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഈ R1 R2 അവിടെ നമ്മൾ ഒരു ഫ്രാക്ഷൻ ഫോമിൽ ഡിവൈഡ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷനായിട്ടുള്ള ചേഞ്ച് ആയിരിക്കും നമുക്ക് R2 വരുന്നത്. R2 ഇൻ ടേൺ കണക്റ്റഡ് ടു RE ആണ്. അപ്പോൾ REയിലും ആ ഒരു ചേഞ്ച് ഉണ്ടാവും. വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട് ചോദിക്കുമ്പം ഫസ്റ്റ് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരയ്ക്കുക. അപ്പോൾ അതിൽ RC എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറിൻ്റെ റെസിസ്റ്ററാണ്. അതുപോലെ RE എന്ന് പറയുമ്പോൾ എമിറ്ററിൻ്റെ റെസിസ്റ്ററാണ്. VCC സപ്ലൈ ആണ്. നമ്മൾ കളക്ടർ ടു ബേസ് ബയാസിങ് പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഈ കളക്ടറിന് ആണ് ഒരു RB റെസിസ്റ്റർ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ആ ഫോമിലല്ല, ഒരു R1 R2 ഈ R1 R2നെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഈ റെസിസ്റ്ററിൽ ചേഞ്ച് ഉണ്ടാവും. R2 വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഇവിടെ ഇതാണ്, ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് എമിറ്റർ. അപ്പം ഈ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസസ് ദിസ് ബേസ് എമിറ്റർ ജംഗ്ഷന്. അതുപോലെ തന്നെ REക്ക് വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ റിവേഴ്സ് ബയാസസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഓർത്തിരിക്കുക. ഇവിടെ ഈ വോൾട്ടേജ് ഡിവൈഡർ ബേസിലും ഈ 3 റെസിസ്റ്ററാണ്. ഒന്ന് R1, ഒന്ന് R2, അതുപോലെ ഒന്ന് RE. നമ്മൾ ഒരു ഇൻപുട്ടിലേക്ക് ബേസിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ദർ വിൽ ബി ഫ്രാക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ R1 ആൻഡ് R2, അല്ലെങ്കിൽ വോൾട്ടേജ് വിൽ ബി ഡിവൈഡഡ് ബിറ്റ്വീൻ R1 ആൻഡ് R2 ഡിവൈഡ് ചെയ്യും. അതുപോലെ R2 വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ റിവേഴ്സ് ബയാസസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ. അപ്പോൾ ആസ് എ റിസൾട്ട് ദ എമിറ്റർ കറണ്ട് ഇൻക്രീസസ് മീൻസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE ഇൻക്രീസസ് വിച്ച് ഇൻ ടേൺ ഇൻക്രീസസ് ദ റിവേഴ്സ് ബയാസ് ഓഫ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം ഇതിനകത്ത് കണ്ടായിരുന്നു, RE എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസ് ചെയ്യും. അപ്പം എമിറ്റർ കറണ്ട്, ഇതിൽ കൂടെ പോകുന്ന കറണ്ടാണ് എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എമിറ്റർ കറണ്ട് ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ RE കൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ് RE എന്താ ചെയ്യുന്നത്? RE എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷനാണ്. അപ്പം വിച്ച് ഇൻ ടേൺ ഇൻക്രീസ് ദ റിവേഴ്സ് ബയാസ് ഓഫ് എമിറ്റർ ബേസ് ജംഗ്ഷനാണ് വരുന്നത്. ഓക്കെ, നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ട് ചെയ്യുന്നത് തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കളക്ടർ കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, IC ചേഞ്ച് ചെയ്യും. IC എന്ത് ചെയ്യും? IC ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ IC ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ RE ഉണ്ടല്ലോ, RE എമിറ്ററിന് അക്രോസുള്ള റെസിസ്റ്റർ RE ഇൻക്രീസ് ചെയ്യും. അപ്പം RE ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ VBE ഉണ്ടല്ലോ. ഓക്കെ, ദിസ് VBE ഔട്ട്പുട്ടിലുള്ള ബേസ് എമിറ്റർ വോൾട്ടേജ്. ബേസ് എമിറ്റർ വോൾട്ടേജ് എന്തെന്നാണ് പറഞ്ഞത്? ബേസ് എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ്. ഓക്കെ, അപ്പം VBE ഇൻക്രീസ് ചെയ്യും. VBE ഇൻക്രീസ് ചെയ്യുന്ന വെച്ചാൽ റിവേഴ്സ് ബയാസ് ഇൻക്രീസ് ചെയ്യും. അപ്പോഴത്തേക്ക് മീൻസ് റിവേഴ്സ് ബയാസ് ഇൻക്രീസസ്. റിവേഴ്സ് ബയാസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ IB എന്ത് ചെയ്യും? IB ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ് IBയും ICയും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഈക്വൽ ടു IC ബൈ IB ആണ്. ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് IC ഈക്വൽ ടു ബീറ്റ IB എന്നാണ്. ഇപ്പോൾ ഇവിടെ IB റെഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ICയും റെഡ്യൂസ് ചെയ്യും. ഇപ്പം ഫസ്റ്റ് എന്തായിരുന്നു? ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കാരണം IC ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട് കൊടുക്കുന്ന കാരണം IB റെഡ്യൂസ് ചെയ്യും, ദെയർ ബൈ റെഡ്യൂസിങ് ദ കറണ്ട് IC. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പം ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. അതിനുശേഷം R1 R2 ആണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ R2ൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് കാരണം ഈ ദാറ്റ് വിൽ ഫോർവേഡ് ബയാസസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷന്, REയുടെ ഡ്രോപ്പ് റിവേഴ്സ് ബയാസസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷന്. ഇപ്പം ഡ്യൂ ടു ടെമ്പറേച്ചർ റൈസ് IC ഇൻക്രീസസ്, IC ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഹിയർ എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് കാരണം RE വില്ല് ഇൻക്രീസ്. ഓക്കെ, RE വില്ല് ഇൻക്രീസ്. ഇപ്പോൾ RE ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VBE എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അപ്പോൾ ഇതായിട്ട് കണക്റ്റഡ് ആണ്. RB എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. RB ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് IBയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ബേസിൽ കൂടെ പോകുന്ന കറണ്ടാണ് IB എന്ന് പറയുന്നത്, IB ഡിക്രീസ് ചെയ്യും. IB ICയും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. സോ ഇഫ് IB റെഡ്യൂസസ് IC വിൽ ഗെറ്റ് ഓൾസോ റെഡ്യൂസസ്. ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബൈ സർക്യൂട്ട്. ഇനി ഇതിൻ്റെ കൂടെ ചോദിക്കുന്നതാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഡെറിവേഷന്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സ്റ്റെബിലിറ്റി ഫാക്ടറിലേക്കാണ്.